കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്താണ് സുനിലും ഭാര്യ ശ്രീജയും 3 മക്കളും താമസിച്ചിരുന്നത്. സുനിൽ പെയിന്റിംഗ് തൊഴിലാളിയും ശ്രീജയ്ക്ക് മെക്കാട് പണിയുമാണ് ജോലി. ഒരു ചെറിയ വീട് മാത്രമാണ് ഇവർക്കുള്ള ആകെയുള്ള സമ്പാദ്യം. സുനിൽ ഭാര്യയെ മെക്കാട് പണിക്ക് വിടുന്നത് അത്രയ്ക്കും ഗതികെട്ടിട്ടാണ്. 8ഉം 10ഉം 12ഉം വയസ്സുള്ള മക്കളാണ് ഇവർക്കുള്ളത്. 3 പിള്ളേരും സ്കൂളിൽ പഠിക്കുകയാണ്. ഈ ഒരു കഷ്ടപ്പാടിനിടയിലാണ് ഒരു ദിവസം ജോലിക്ക് പോയ സുനിൽ പണിയൊന്നുമില്ലാതെ തിരിച്ചു വരുന്നത്. ശ്രീജ കരുതി ഒരു ദിവസത്തേക്കല്ലേ, നാളെ പണിയൊക്കെ കാണുമെന്ന്. പക്ഷേ സുനിലിന് ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി പണിയില്ല. പെയിൻറ്റിങ് പണിയല്ലേ. അയാൾ ആകെ വിഷമിച്ച് വീട്ടിലിരിക്കുകയാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് പണിയുള്ളൂ, കാരണം മഴയാണ്. പക്ഷേ ശ്രീജയ്ക്ക് ഒരൊറ്റ സമാധാനമുണ്ട്. മഴയാണെങ്കിലും അവൾക്ക് ഡെയിലി ദൈവം സഹായിച്ച് പണിയുണ്ട്. ഒരു 2 നില വീടിൻ്റെ പണിയാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടു ചിലവൊക്കെ അങ്ങ് നടന്നു പോകും. ശ്രീജ ഹാപ്പിയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ വീട്ടിൽ പായും വിരിച്ച് ചുരുണ്ടുകൂടി കിടന്ന സുനിൽ കണ്ണ് തുറന്ന് മേപ്പോട്ട് നോക്കിയപ്പോൾ അത് കാണുന്നത്. അയാൾ ഞെട്ടിപ്പോയി. ആരായാലും ഞെട്ടും. പിന്നെ അത് നാട്ടിലും അങ്ങ് പാട്ടായി. എന്തായിരിക്കും ആ കൂട്ടം ഞെട്ടലിന് കാരണം? നമുക്ക് ആ സംഭവത്തിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓളെന്ന നോട്ടിഫിക്കേഷനും ഓണാക്കണേ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ശ്രീജ പണിക്ക് പോകുന്ന സ്ഥലത്താണ് ആ നാട്ടിൽ തന്നെയുള്ള ഷാജിയും ജോലി ചെയ്യുന്നത്. ഷാജിയും ശ്രീജയും ഒക്കെ തന്നെയാണ് ആ ഇടപ്പരപ്പിലുള്ള മിക്ക വീടുകളുടെയും പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഷാജിക്ക് ഭാര്യയും 2 പെൺമക്കളും ഒക്കെ ഉണ്ട്. വളരെ സന്തോഷമായിട്ട് കഴിയുന്നൊരു കുടുംബമാണ് ഷാജിയുടേത്. പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പണി ചെയ്ത് ശ്രീജയുമായിട്ട് നല്ല പരിചയമുണ്ട് ഷാജിക്ക്. ഒരുമിച്ച് ജോലി ചെയ്തതിൻ്റെ ഒരു അടുപ്പവും അവർക്കിടയിലുണ്ട്. ശ്രീജയുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഷാജിക്കെന്നല്ല, മറ്റു കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അറിയാം. അവരൊക്കെ സമാധാനിപ്പിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ശ്രീജയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവൾ കുറച്ച് ദിവസത്തേക്ക് ജോലിയിൽ വരില്ല എന്ന് അറിയിച്ചത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഷാജി ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ശ്രീജയെ കാണാതെ തനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത നെഞ്ചിനകത്ത്. അതെന്ത്, ഒരു പണിക്കാരി വന്നില്ലെങ്കിൽ തനിക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെ അയാൾ സ്വന്തമായിട്ട് പലതവണ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഷാജിക്ക് കാര്യം പിടികിട്ടുന്നത്. ഇത് അസുഖം വേറെയാണ്. തനിക്ക് ശ്രീജയോട് പ്രേമം. കാണാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും ഒന്നും ഇപ്പോൾ പറ്റുന്നില്ല. ഷാജി ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. കാമുകന്മാരെ പോലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമുകൻ കാമുകയെ കാണാതെ ഇരിക്കുന്നത് പോലത്തെ ഒരു വിഷമം. ഇങ്ങനെ ദിവസങ്ങൾ വല്ലവിധേനയും തള്ളി നീക്കിയപ്പോഴുണ്ട് ദാ വരുന്നു ഒരു ദിവസം രാവിലെ ശ്രീജ പണിക്ക്. ഷാജിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. സ്വന്തം ഭാര്യയെ പിരിഞ്ഞിരുന്നാൽ ഒരു പക്ഷേ ഈ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല എന്ന് അയാൾക്ക് എന്തായാലും ഉറപ്പായി. പിന്നെ ശ്രീജയോട് ഷാജി പഴയതെന്നും കൂടുതൽ ഇങ്ങനെ അടുപ്പം കാണിക്കുകയാണ്. കാണാതിരുന്ന് കണ്ടപ്പോഴാണ് ശരിക്കുള്ള സ്നേഹം വീണ്ടും വരുന്നത്. അങ്ങനെ ശ്രീജയ്ക്കും ഇയാളുടെ ഈ അസുഖം ഏതാണ്ടൊക്കെ മനസ്സിലായി. അധികം താമസിച്ചില്ല, അയാൾ അവളോട് ആ ഇഷ്ടം അങ്ങ് അവതരിപ്പിച്ചു. അപ്പോൾ ശ്രീജ പറയുകയാണ്, എനിക്ക് 3 മക്കളുണ്ട്, അവരെ കളഞ്ഞൊരു ജീവിതം എന്തായാലും ഇല്ല. അപ്പോൾ ഷാജി പറഞ്ഞു, എനിക്കും 2 പെൺമക്കളുണ്ടല്ലോ, നിൻ്റെ 3 മക്കളും എൻ്റെയും കൂടെ മക്കളാണ് ഇന്നു മുതൽ. ശ്രീജയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു അടുപ്പം വളർന്നിങ്ങനെ അങ്ങ് പന്തലിക്കാൻ തുടങ്ങി. ആ പണിസൈറ്റിൽ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പം ഇവർ തമ്മിലുള്ള അടുപ്പം എന്താണെന്ന്. അമ്മാതിരിയാണ് ഇവരുടെ പ്രവൃത്തിയും എല്ലാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ മാത്രം 2 പേര് മാറിയിരുന്ന് കഴിക്കും. എല്ലാവരും ഒരുമിച്ചാണ് മുമ്പ് മുതൽ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല സ്ഥിതി. വിശ്രമ സമയത്താണെങ്കിൽ പണിക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഒരു സ്വല്പം റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഈ 2 എണ്ണത്തിനും റെസ്റ്റില്ല. ഒടുക്കത്ത സംസാരവും ചിരിയുമൊക്കെയാണ് മാറിയിരുന്നിട്ട്. ഇതൊക്കെ കണ്ട് മറ്റു പണിക്കാർ അടക്കം പറയുന്നതും ഇവരറിയുന്നുണ്ട്. പക്ഷേ ശ്രീജയ്ക്കും ഷാജിക്കും അതൊരു പ്രശ്നമേ അല്ല. ആര് വേണമെങ്കിലും എന്തും പറയട്ടെ എന്നൊരു ഭാവമാണിപ്പോൾ. ഷാജിയുടെ ഭാര്യയും ശ്രീജയുടെ ഭർത്താവും ഇതൊന്നും അറിയുന്നതുമില്ല. പക്ഷേ അധികം വീട്ടിലുള്ളവരറിയാതെ ഇവർക്കിത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നതാണ് സത്യം. എങ്ങനെയോ ഷാജിയുടെ ഭാര്യ സംഭവമൊക്കെ അറിഞ്ഞു. അതോടെ ഷാജിയുടെ വീട്ടിൽ കലശലായ പ്രശ്നങ്ങളാവുകയാണ്. ഷാജി പിന്നീട് പടിക്ക് പുറത്തായി. ഭാര്യ അടിച്ച് പുറത്താക്കി.
ഷാജി വീടിന് പുറത്തായ വിവരം അറിഞ്ഞ ശ്രീജ ഇനി എന്ത് ചെയ്യുമെന്ന് അയാളോട് വന്ന് ചോദിക്കുകയാണ്. ഷാജി പറഞ്ഞു, ഞാൻ എന്തായാലും കുടുംബം നഷ്ടപ്പെട്ട് പുറത്തായി. ഇനി എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. പക്ഷേ ശ്രീജ അപ്പോഴും ചോദിക്കുകയാണ്, എൻ്റെ 3 മക്കളെ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമോ? ഷാജി ഉറപ്പ് നൽകി. സംശയം എന്ത്, എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ അവരെയും നോക്കും. ആ ഉറപ്പ് കിട്ടിയതും ശ്രീജ സുനിലിനെ കളഞ്ഞ് ഷാജിക്കൊപ്പം ജീവിക്കാൻ അങ്ങ് തീരുമാനിച്ചു. പക്ഷേ പോകാൻ സ്ഥലമില്ല, വീടില്ല, പിന്നെ എന്ത് ചെയ്യും? ഒടുവിൽ ശ്രീജ പറയുകയാണ്, എൻ്റെ വീട്ടിൽ തന്നെ പോകാം. ശ്രീജയുടെ ആ ഒരൊറ്റ ധൈര്യത്തിൽ ഷാജി ഇവക്കൊപ്പം അവളുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ ഈ സുനിൽ വരാന്തയിൽ കിടന്നുറങ്ങുകയാണ്. അയാളിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴുണ്ട് ഭാര്യ ഒരുത്തനെയും കൊണ്ട് വന്ന് നിൽക്കുന്നു. ഷാജി ആരാണെന്നും ഇവർ തമ്മിലുള്ള ബന്ധം എന്തെന്നും അയാൾക്കറിയില്ല. പക്ഷേ ശ്രീജ തന്നെ അയാളോടത് പറയുകയാണ്. സുനിൽ ഞെട്ടിപ്പോയി. ഇത്രയും ധൈര്യത്തിൽ ഇവൾ പറയുകയാണ് ഞങ്ങളിനി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്ന്. പിന്നെ അവിടെ നടന്നത് ശ്രീജ സ്വന്തം ഭർത്താവിനെ ഈ കാമുകനുമായിട്ട് ചേർന്ന് അടിച്ചിറക്കുന്നതാണ്, അതും പരസ്യമായിട്ട്. പാവ സുനിൽ പടിക്ക് പുറത്തായി. ഈ ഒരു ബഹളവും സുനിലിൻ്റെ അവസ്ഥയൊക്കെ നാട്ടുകാർ ഇങ്ങനെ കൂടി നിന്ന് കാണുകയാണ്. എല്ലാവർക്കും സുനിലിനോട് വളരെ സിമ്പതിയാണ്. എല്ലാവരും സുനിലിൻ്റെ ഭാഗമാണ് ശരിയെന്നും പറയുന്നത്. കാരണം അതാണ് ശരി. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഈ ശ്രീജയും ഷാജിയും കൂടെ അകത്ത് കയറി വാതിലും അങ്ങ് അടയ്ക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ സുനിൽ അവിടെയൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. കാരണം അയാൾക്കും പോകാൻ വേറെ സ്ഥലമില്ല. ഇവിടെയാണെങ്കിൽ ശ്രീജയും ഷാജിയൊക്കെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അതായത് പരസ്പരം നമുക്ക് കല്യാണം കഴിക്കണം. ഈ ഒരു ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യാതെ അയാളുടെ ഭാര്യയും ഡൈവോഴ്സ് ചെയ്യാതെ തന്നെ ഇവർ തമ്മിൽ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ചെന്നിട്ട് സാധാ കല്യാണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ട് താലിയൊക്കെ ചാർത്തി ഫോട്ടോയൊക്കെ എടുത്ത് ഇവർ അങ്ങ് ഭാര്യയും ഭർത്താവും ആവുകയാണ്. ആദ്യ നാളുകളൊക്കെ ഇവർ തമ്മിൽ പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ സ്നേഹമാണ്. നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ ഇവരങ്ങ് പോവുകയാണ്. മക്കളോടൊക്കെ ഇതാണ് നിങ്ങളുടെ പുതിയ അച്ഛനെന്ന് ഈ ശ്രീജ പറഞ്ഞ് മക്കളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. പിള്ളേരുടെ ഒരു ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും. അങ്ങനെ പിള്ളേരും ഇയാളെ പിന്നെ അച്ഛ എന്ന് വിളിക്കുകയാണ്. സ്വന്തം അച്ഛൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ആദ്യം ഈ സന്തോഷ നാളുകളൊക്കെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ സന്തോഷമൊന്നും അധികം നേരം നിന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഷാജിക്കാണെങ്കിൽ തൻ്റെ 2 പെൺമക്കളെയും ഭാര്യയൊക്കെ വിട്ട് വേറെ 3 മക്കളുടെ അച്ഛ എന്നുള്ള വിളി കേട്ട് ജീവിക്കേണ്ടി വന്നതിൽ ഇപ്പോൾ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീജയ്ക്കും. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ അടിച്ചിറക്കി വിട്ടതിലുള്ള ഒരു കുറ്റബോധം അവൾക്കും ഉണ്ട്. സ്വന്തം അച്ഛൻ നിൽക്കവേ മക്കൾ വേറൊരാളെയാണ് അച്ഛ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഈ കുറ്റബോധം ഇങ്ങനെ നിൽക്കവേ തന്നെ ഇവർ തമ്മിൽ പരസ്പരം പഴിചാരുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കുകളും ആ വീട്ടിൽ പിന്നെ കേൾക്കാറായി. ഇതിൻ്റെ ഇടയിൽ സുനിൽ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. ഭാര്യയും അവളുടെ പുതിയ ഭർത്താവും കൂടി എന്നെ അടിച്ച് റോഡിലിറക്കി എന്നും പറഞ്ഞു. അയാളുടെ പരാതിയിൽ പോലീസ് ഉടനെ ഇടപെടുകയും ചെയ്തു. കാരണം ആ വീട് ഈ സുനിലിൻ്റെ മാത്രം പേരിലുള്ളതാണ്. അയാളെയാണ് ശ്രീജയും ഷാജിയും കൂടെ അടിച്ചിറക്കിയത്. പോലീസ് വന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണമെന്നും ഈ ഒരു വിവാഹം നിയമസാധുത ഇല്ലാത്തതാണെന്നും ഒക്കെ പറഞ്ഞ് ഇവർക്ക് താക്കീതും കൊടുത്തിട്ട് പോയി. എവിടെ പോകും എന്ന ക്വസ്റ്റ്യൻ വീണ്ടും ഇവർക്കിടയിൽ വന്നു. ഇങ്ങനെ എവിടെ പോകുമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ ഇപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ ശ്രീജ 4ാമതും ഗർഭിണിയായി. അതോടെ വീണ്ടും കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഈ 4ാമത്തെ ഗർഭം വേണ്ടേ വേണ്ട എന്ന് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയും ചെയ്തു. നാട്ടുകാർ നിന്നുവാണെങ്കിലും യാതൊരു സപ്പോർട്ടും ഒരു ദയൊന്നും ഇവർക്ക് കിട്ടുന്നില്ല നാട്ടിൽ. കാരണം ഭർത്താവിനെ കണ്ണ് മുന്നിൽ നിർത്തി മറ്റൊരുത്തനുമായിട്ട് ജീവിക്കുക ഒരു പെണ്ണെന്നും പറഞ്ഞിട്ട് ശ്രീജയെ ആരും അടുപ്പിക്കുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ഷാജിക്ക്. ആർക്കും ഇവരോട് ഒരു ദയയും ദാക്ഷിണ്യവും ഒന്നുമില്ല. ഇവരോട് മിണ്ടുക പോലുമില്ല ആരും. ഒരു സപ്പോർട്ടും ഇവർക്ക് കിട്ടാനില്ല. ഇവർക്ക് പോകാൻ സ്ഥലമില്ല. വീട് മാറാത്തതിനെ തുടർന്നിട്ട് പോലീസ് ഇവരെ വിളിച്ചിട്ട് വീണ്ടും പറയുകയാണ് എത്രയും പെട്ടെന്ന് വീട് മാറണമെന്ന്. എല്ലാം കൊണ്ടും പൊറുതി മുട്ടിയ ഒരവസ്ഥ. വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. നാട്ടുകാരുടെ വക കുത്തുവാക്കുകളും പരിഹാസവും ഒക്കെ ഒരു സൈഡിലുണ്ട്. മറു സൈഡിലാണെങ്കിൽ നഷ്ടപ്പെടുത്തിയ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുള്ള കുറ്റബോധവും നിരാശയും.
ശ്രീജയും ഷാജിയും തമ്മിൽ പഴയ ജീവിതത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് ഇവരിപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളി വരുന്നത്, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എല്ലാവരും, അതായത് സുനിലും ശ്രീജയും ഷാജിയും അതേപോലെ തന്നെ ഷാജിയുടെ പഴയ ഭാര്യ എല്ലാവരും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതാണ്ട് തീരുമാനമായി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടിയും വരുമെന്ന്. ഒരു ദിവസം, അതായത് 2023 മെയ് 24 അന്ന് നേരം വെളുത്തതും തലേ ദിവസത്തെ വിശദമായ ചർച്ചകൾക്ക് ഒടുവിൽ ശ്രീജയും ഷാജിയും ഒരു തീരുമാനം എടുത്തു. ശ്രീജ രാവിലെ മക്കളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. 3 പേരെ അന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. 3 പേരും കൂടി കളിക്കുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കി നിന്നു. ഉച്ച സമയമായി. കുട്ടികളെ അമ്മ വിളിക്കുകയാണ് അടുത്ത് വരാനായിട്ട്. ഒരു തട്ടത്തിൽ ചോറും കുഴച്ച് വച്ചും കൊണ്ടാണ് ശ്രീജ വിളിക്കുന്നത്. 3 പേർക്കും ആ തട്ടത്തിലെ ചോറ് മുഴുവൻ ഇവൾ വാരി കൊടുത്തു. പിള്ളേർ അറിയുന്നില്ല അമ്മ അതിൽ ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ടെന്നും. ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളൊക്കെ കിറുങ്ങാൻ തുടങ്ങി. കുട്ടികളെ ഓരോന്നിനായിട്ട് കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് ഷാജിയും ശ്രീജയും കൂടെ. പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിൽ എത്തണമെന്ന് SI വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി പോകാൻ വേറെ വഴിയുമില്ല. പിള്ളേരുടെ ഇടതും വലതുമായിട്ട് ഷാജിയും ശ്രീജയും കിടന്നു. അപ്പോഴത്തേക്കും രാത്രിയായി. അതിനുശേഷം ശ്രീജ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു. എന്നിട്ട് അവൾ പറയുകയാണ്, നാളെ ഞങ്ങൾ സ്റ്റേഷനിൽ വരില്ല. ഞങ്ങൾക്ക് മക്കളെയും കൊണ്ട് ഇറങ്ങാൻ വേറെ വീട് ഒന്നുമില്ല, ഞങ്ങൾക്കൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ഈ ലോകം വിട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം മക്കളെയൊക്കെ ഒന്ന് ഒരുമിച്ച് നോക്കി നിന്ന ശേഷം ശ്രീജ ഇളയ, അതായത് 8 വയസ്സുള്ള ആ പെൺകുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് ആ കുഞ്ഞിനെ അവൾ കൊലപ്പെടുത്തി. ശേഷം ഷാജി ആ കുഞ്ഞിനെ കെട്ടിത്തൂക്കുകയും ചെയ്തു. ബാക്കി 2 മക്കളെയും ഉറക്കത്തിൽ തന്നെ ശ്രീജ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ട് മക്കളെ 3നെയും ഒക്കെ ഒന്ന് നോക്കിയ ശേഷം ഷാജിയും ശ്രീജയും ഒരു മുഴം കയറിൽ അവരുടെ ജീവനും അങ്ങ് ഒടുക്കി. പോലീസ് രാത്രി വീടെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. 5 മൃതദേഹങ്ങൾ ജീവനിട്ട് കിടക്കുകയാണ്. ഒരു അവിഹിതം കാരണം 5 ജീവനും പോയി, എത്രയോ ജീവിതങ്ങളും പോയി. എല്ലാ അവിഹിതത്തിൻ്റെയും അവസാനം വലിയൊരു ദുരന്തം തന്നെയായിരിക്കും. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.